എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് 90 സീറ്റ് വരെ. പക്ഷേ അതിനെ പോലും മറികടക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് UDF കേരളത്തിൽ വിജയിച്ചിരിക്കുകയാണ്. 101 സീറ്റിലാണ് ഇപ്പോൾ UDFന് മികച്ച വിജയം കിട്ടിയിരിക്കുന്നത്. 37 ഇടത്ത് മാത്രമാണ് LDF, അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയത്, അതായത് കഴിഞ്ഞ തവണ UDFന് കിട്ടിയതിനേക്കാൾ കുറവ്. അതെ, കഴിഞ്ഞ തവണ 44 സീറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 37 സീറ്റാണ് ഇത്തവണ CPMന് LDFന് കിട്ടിയിരിക്കുന്നത്. 2001-ൽ UDF നേടിയതിനേക്കാളും വലിയൊരു വിജയത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. LDF ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയൊരു പരാജയത്തിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു 2 തവണ തുടർച്ചയായ ഭരണം നേടുന്നു. പിണറായി വിജയനെ മുൻനിർത്തി CPM തെരഞ്ഞെടുപ്പിന് മുന്നിലേക്ക് നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് നയിക്കാൻ പിണറായി വിജയൻ വരുന്നു. പക്ഷെ ആ പിണറായി വിജയന് അടി തെറ്റി. ധർമ്മടത്ത് 6 റൗണ്ട് വേണ്ടി ഒരു ജില്ല പോലും ഇല്ലാത്ത രീതിയിലാണ് CPMന്റെ സമ്പൂർണ്ണ തോൽവിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അടപടലം LDF തോറ്റിരിക്കുകയാണ്. ഈ പിണറായി വിജയനായിരുന്നു അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ്. പിണറായി വിജയനാണ് അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്. പിണറായി വിജയനായിരുന്നു തെരഞ്ഞെടുപ്പ് നയിച്ചത്. അദ്ദേഹം കഷ്ടിച്ച് ജയിക്കുമ്പോൾ ഇനി ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമോ എന്നൊരു കാര്യം പോലും ഒരു ധാർമ്മികതയുടെ മുൻനിർത്തി അദ്ദേഹം സംശയമായ കാര്യമാണ്. അത് മാത്രമല്ല CPMനെ അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവായി ഉയർത്തി കാട്ടാൻ പോലും ഇനി ഒരു നേതാവ്, ആകെ ബേപ്പൂര് റിയാസാണ് ഇനി ഒരു നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയന് സാധിക്കുമോ? അത് ചോദ്യം ചെയ്യപ്പെടത്തില്ലേ? അതും ഒരു വലിയ തോൽവിയുടെ. പക്ഷെ പകരം വെക്കാൻ പോലും ആരുമില്ലാത്ത തരത്തിൽ, അതായത് മന്ത്രിമാരടക്കം തോറ്റുപോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം കേരളം പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരം ഒരു റിസൾട്ട്. കാരണം ഒരു 90 സീറ്റ്, ഒരു 80 സീറ്റിന് മുകളിലേക്ക് UDF വരുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴും 100 സീറ്റ് അടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് 101 സീറ്റിലേക്ക് UDF എത്തിയിരിക്കുകയാണ്. നമുക്ക് ജില്ലകളുടെ ഒരു കണക്കൊന്ന് നോക്കിയേക്കാം അല്ലേ. ഇപ്പൊ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിന്ന ഒരു മണ്ഡലമായിരുന്നു നേമത്ത് BJP തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി എണ്ണാനുള്ളത് LDFനും ശക്തിയുള്ള കേന്ദ്രങ്ങളാണ്. എന്നാലും BJPക്ക് ഒരു മേൽക്കൈയുണ്ട്. എന്തായാലും അവിടെ ശബരിനാഥൻ പിടിക്കുന്ന വോട്ട് ആയിരിക്കും നിർണായകമാവുന്നത് മറ്റ് രണ്ട് കക്ഷികൾക്കും. ഇപ്പൊ വട്ടിയൂർക്കാവ് നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ഒരുപാട് സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പക്ഷെ നിലവിൽ പ്രശാന്ത് ലീഡ് ചെയ്യുന്നു. ഇനി ശാസ്തമംഗലം, കവടിയാർ, കുന്നുകുഴി ഈ വാർഡുകളിലാണ് കോൺഗ്രസിന് പ്രതീക്ഷയുള്ളത്. ആ വാർഡുകളിൽ എന്തെങ്കിലും ഒരു മുന്നേറ്റം നടത്താൻ മുരളീധരന് സാധിച്ചാൽ മാത്രമേ UDFന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പ്രശാന്ത് വിജയിക്കും. പിന്നെ ഒരു മണ്ഡലം കഴക്കൂട്ടമാണ്. പിന്നെ ഒന്ന് വർക്കലയാണ്. മാറി നിൽക്കുകയാണ്. V മുരളീധരനും കടകംപള്ളിയും മാറി നിൽക്കുന്നു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ശബരിനാഥൻ നേമത്ത് പിന്നിൽ പോയതിൻ്റെ അത്രയും വോട്ടുകൾ ശരത്ചന്ദ്ര പ്രസാദ് അവിടെ പിന്നിൽ പോയിട്ടില്ല. ഒരു 4000, 5000, 3000 ആ റേഞ്ചിൽ അദ്ദേഹം പിന്നിലുണ്ട്. പിന്നെ വർക്കലയിൽ ഏത് സമയവും മാറി ഇപ്പോൾ ജോയിയാണ് പക്ഷേ ലീഡ് ചെയ്യുന്നത്. നെയ്യാറ്റിൻകര അങ്ങനെയായിരുന്നു. പക്ഷേ നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ ശക്തൻ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊല്ലത്തേക്ക് നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് നമ്മൾ എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ നോക്കിയ 2 മണ്ഡലങ്ങളാണ് കൊട്ടാരക്കരയും പത്തനാപുരവും. ഈ 2 ഇടത്തും UDF ആണ് ലീഡ് ചെയ്യുന്നത്. CPMൽ നിന്ന് വന്ന ഐഷ പൊറ്റിയാണ് കൊട്ടാരക്കരയിൽ. പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ പിന്നിലാണ്. ജ്യോതികുമാർ ചാമക്കാലയാണ് ഇപ്പോഴും മുന്നിൽ. 2 മണ്ഡലങ്ങളും ബാലകൃഷ്ണപിള്ള കേരള കോൺഗ്രസ് ബിയുടെ തട്ടകങ്ങളായിരുന്നു. കേരള കോൺഗ്രസ് ബിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. അത് മാത്രമല്ല കേരള കോൺഗ്രസ് ബിക്ക് മാത്രമല്ല കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ കോവൂർ കുഞ്ഞുമോൻ ഉൾപ്പെടെ LDFന്റെ ചെറിയ ഘടകകക്ഷികൾക്കെല്ലാം സീറ്റ് നില നോക്കുകയാണെങ്കിൽ പരിതാപകരമാണ് അവസ്ഥ. പക്ഷേ UDFൽ അങ്ങനെയല്ല. ചെറിയ കക്ഷികൾ വരെ വിജയിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുകയാണ്. പത്തനാപുരത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി എന്ന ഫാക്ടർ ഏറ്റവും കൂടുതൽ ആദ്യം പ്രചരിച്ചത് അല്ലെങ്കിൽ കേട്ടത് പത്തനാപുരത്താണ്. മറിയ ഉമ്മൻ അടക്കം ജ്യോതികുമാർ ചാമക്കാലൻ ലീഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിച്ചു, നീതിമാനായിരുന്നു എന്ന തരത്തിലേക്കാണ് വാർത്തകൾ വരുന്നത്. അത് തന്നെയാണ് പത്തനാപുരത്ത്. കുറച്ചു മുമ്പ് ജ്യോതികുമാർ ചാമക്കാലൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിലും ഉമ്മൻചാണ്ടിയുടെ ചിത്രം വച്ചാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനി പത്തനംതിട്ടയിൽ വരികയാണെങ്കിൽ ആറന്മുള, അതായത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയൊരു മണ്ഡലമാണ് ആറന്മുള. മന്ത്രി വീണ ജോർജ് വീണു. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും അധികം ഒരു ആളുകളുടെ എതിർപ്പ് നേരിട്ടൊരു മന്ത്രിയാണ്. ആ മന്ത്രിയുടെ പതനം സംഭവിച്ചിരിക്കുന്നു ആറന്മുളയിൽ. പിന്നെ ആലപ്പുഴയിൽ G സുധാകരന്റെ വലിയൊരു വിജയം. സലാം പറഞ്ഞ് G സുധാകരൻ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. അതായത് CPM പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. CPMവുമായി ഇടഞ്ഞ് G സുധാകരൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. UDF പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പോലും വിജയം എന്നവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ UDF കേന്ദ്രങ്ങൾ പോലും അത് പ്രതീക്ഷിച്ചിരുന്നോ എന്നത് സംശയമുണ്ട്. പക്ഷേ അവിടെ നിന്നാണ് G സുധാകരൻ ജയിച്ചു വരുന്നത്. G സുധാകരൻ മന്ത്രിയാവുമോ എന്നുള്ള കൗതുകം UDFൽ. പിന്നെ ഉള്ളത് കോട്ടയമാണ്. കോട്ടയത്തിൽ സമ്പൂർണ്ണ UDFന്റെ കോട്ടയം എന്നല്ല, അതായത് മലപ്പുറത്ത് ലീഗ് എങ്ങനെയാണോ അതുപോലെ കേരള കോൺഗ്രസും കൂടെ ചേർന്ന് കോട്ടയവും ഇടുക്കിയും പിടിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ എങ്ങനെയാണ് സീറ്റ് നില? ഇടുക്കിയിലും ഇതുപോലെ തന്നെയാണ്. റോഷി അഗസ്ത്യൻ 25 കൊല്ലമായി റോഷി അഗസ്ത്യൻ സ്വന്തമാക്കി വെച്ച മണ്ഡലം അത് റോഷിയെ കൈവിട്ടു.
അത് തന്നെ മാത്രമല്ല കേരള കോൺഗ്രസ് 12 ഇടത്താണ് മത്സരിച്ചത്, 12 ഇടത്തും ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ജോസ് കെ മാണി 2 തവണ പരാജയപ്പെട്ടു. ജോസഫിന്റെ കേരള കോൺഗ്രസ് മത്സരിച്ച് 8 7 ജയിച്ചിരിക്കുകയാണ്. ആ പാർട്ടിക്ക് വലിയ ഈ 8 തന്നെ പല മണ്ഡലങ്ങളിലും വിജയ സാധ്യത ഇല്ലാന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞപ്പോഴും അവർ 7 മണ്ഡലങ്ങളിൽ വിജയിച്ചത് ആ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ്. ഏതാണ്ട് ലീഗിനോടൊപ്പം ഒരുപക്ഷെ ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 2 മന്ത്രിസ്ഥാനം ചോദിക്കേണ്ട എല്ലാ ഒരു അവകാശവാദവും കേരള കോൺഗ്രസ് ജോസഫിന് ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ കോട്ടയം പറയുമ്പോൾ ചാണ്ടി ഉമ്മന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ട ഒരു വലിയ ഭൂരിപക്ഷമാണ്. പുതുപ്പള്ളിയിൽ ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി പോലും ജയിച്ചിട്ടില്ല. ആ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തെ കവച്ച് വെച്ച് ഏതാണ്ട് 50,000-ലേക്ക് ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം കടക്കുകയാണ്. പരസ്യ പ്രചരണം ഏറ്റവും കുറവ് നടത്തിയ കേരളത്തിലെ 40 ലക്ഷം രൂപ ഒരു മണ്ഡലത്തിൽ ചെലവാക്കാം എന്ന് പറഞ്ഞെങ്കിൽ മിനിമം തുക, അതായത് സൈക്കിളിൽ പോകുന്നു, വോട്ട് ചോദിക്കുന്നു, ഫ്ലെക്സ് ഇല്ല, ബാനർ ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ, അതായത് കോൺഗ്രസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയായിട്ട് ചാണ്ടി ഉമ്മൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഭൂരിപക്ഷം കുറയും. കാരണം ഒരുപാട് പേര് മരിച്ചു, SIR വോട്ട്, അതിലോട്ട് എന്തായാലും ഭൂരിപക്ഷം നല്ല രീതിയിൽ. നമ്മളിപ്പോൾ JC തോമസിന്റെ അടുത്ത് അടക്കം സംസാരിക്കുമ്പോൾ അദ്ദേഹം അടക്കം പറഞ്ഞിരുന്നത് ഭൂരിപക്ഷം കുറയും, വലിയ രീതിയിൽ ഭൂരിപക്ഷം കുറയ്ക്കുന്നതാണ്. പക്ഷേ LDFന്റെയും UDFന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് വലിയ രീതിയിൽ കാണാത്ത ഭൂരിപക്ഷം 50,000-ന് മുകളിലേക്ക് ചാണ്ടി ഉമ്മൻ ലീഡ് ഭൂരിപക്ഷം കൊണ്ടുവരികയാണ്. എറണാകുളം നോക്കുകയാണെങ്കിൽ മന്ത്രി രാജീവിന്റെ തോൽവി, അതുപോലെ തന്നെ തൃശ്ശൂര് പത്മജ ദയനീയമായിട്ട് വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തോൽവിയിൽ ഹാട്രിക്കാണ് ഇപ്പോൾ. അതെ. പാലക്കാടാണ് അടുത്തൊരു മണ്ഡലം. അവിടെ പിഷാരടിയുടെ ഒരു തിരിച്ചുവരവാണ് ഈ ഒരു അവസാന മണിക്കൂറുകൾ അവിടെ തോറ്റുപോയിരുന്നെങ്കിൽ ഇത്രയും വലിയ വിജയത്തിനിടയ്ക്കും ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ ഉത്തരം നൽകേണ്ടി വരുമായിരുന്നു. പക്ഷേ പിഷാരടി വലിയ പഞ്ചറൊന്നും ആവാതെ അവിടെ ജയിച്ചു വരികയാണ്. തൃത്താലയുണ്ട്. അതെ, തൃത്താലയിൽ MP രാജേഷ് ദയനീയമായി പരാജയപ്പെടുകയാണ്. കൃത്യമായ ഭൂരിപക്ഷത്തോടെ UDF ജയിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് തൃത്താലയിൽ. മലപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ആപ്റ്റായിട്ടൊരു നേതാവായിരുന്നു MP രാജേഷ്. പക്ഷേ ആ MP രാജേഷിന് പോലും തൃത്താലയിൽ പിടിച്ചു നിൽക്കാനാവാത്ത രീതിയിൽ അദ്ദേഹം തോറ്റുപോയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഒരു ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്ന 2 മണ്ഡലങ്ങളായിരുന്നു, പ്രത്യേകിച്ച് CPM, കോഴിക്കോടും കണ്ണൂരും. ആ 2 ഇടങ്ങളും CPM-നെ കൈവിട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതായത് പാർട്ടി കോട്ട എന്ന് പറഞ്ഞ് CPM മുന്നോട്ട് വെച്ച തളിപ്പറമ്പ് അടക്കമുള്ള മണ്ഡലങ്ങൾ പോലും വിജയിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ 7,000-6,000 വോട്ടിന് ജയിക്കുകയാണ്. തളിപ്പറമ്പിൽ ഒരു ഭൂരിപക്ഷം കുറയുന്ന ഒരു സംശയം ഉണ്ടായിരുന്നപ്പോഴും ശ്യാമൾ അവിടെ തോക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തോക്കുകയാണ്. അത് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ ഭാര്യ തോക്കുകയാണ്. അങ്ങനെ അത് മാത്രമല്ല പിണറായിയെ VP അബ്ദുൾ റഷീദ് പിടിച്ചു കെട്ടുകയാണ്. അതായത് 6 റൗണ്ടിലും പിന്നിട്ട് നിന്ന് പിണറായി വിജയൻ കഷ്ടിച്ചാണ് ജയിച്ചു വരുന്നത്. UDF ഒരുപാട് വനിതാ MLA-മാരെ ജയിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ മാനന്തവാടിയിൽ അരൂര് ബിന്ദു കൃഷ്ണ, ഫാത്തിമ തേര ഉൾപ്പെടെയുള്ളവർ ജയിച്ചു വരുന്നുണ്ട്. ചെറിയ അല്പം പിന്നിലാണ് ഇപ്പോൾ, ചിലപ്പോൾ മാറി പറയാൻ പറ്റത്തില്ല. വയനാട് എന്തായാലും വലിയ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ടേ തന്നെയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ആദ്യം എന്നൊക്കെ ലീഡൊക്കെ പിടിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ അവസാന നിമിഷം സുരേന്ദ്രൻ പിന്നോട്ട് പോയി. ഇത്തവണ സുരേന്ദ്രൻ സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിലൊന്നും പോവാതെ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെ പ്രവർത്തിച്ചിട്ടും സുരേന്ദ്രന് താമര വിജയിക്കാനായില്ല. ഇപ്പൊ പയ്യന്നൂരിൽ നമുക്കറിയാം VD സതീശൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നപ്പോൾ തന്നെ വിസ്മയം നടക്കുമെന്ന് പറഞ്ഞാണ് VD സതീശൻ മുന്നോട്ട് വന്നത്. യഥാർത്ഥത്തിൽ ഈ വിമത സ്ഥാനാർത്ഥികൾ പലരും വന്നു, UDF അവരെ കൈ കൊടുക്കുന്നു, അത് പലതരത്തിലും ചർച്ചയാക്കപ്പെട്ടു. എന്തിനാണ് UDF ജയിച്ചെങ്കിൽ പോലും ഈ വിമതരൊക്കെ തോറ്റുപോയിരുന്നെങ്കിൽ അവിടെ നിന്ന് സതീശൻ ആ വിമതരിലൂടെ വിസ്മയം ഉണ്ടാക്കി. കാരണം ഇപ്പൊ നമുക്കറിയാം ഈ പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ബുക്കിനിട്ട പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്നാണ്. സത്യമായും നേതൃത്വത്തെ അണികൾ ഇനി തിരുത്തിയേ മതിയാവൂ എന്നാണ് കണ്ണൂരിൽ നിന്നുണ്ടാവുന്ന പാഠം. അതുതന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. അതൊരു കണ്ണൂരിലെ മാത്രമല്ല, പാർട്ടി മൊത്തത്തിൽ അതായത് ദയനീയമായ ഒരു 50 സീറ്റോ അല്ലെങ്കിൽ 40 സീറ്റിന് മുകളിലോ എത്തിയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ MA ബേബി പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. ഡൽഹിയിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. പിണറായി വിജയൻ ഇനിയെങ്കിലും മാധ്യമങ്ങളെ കാണുമെന്ന് ഏറ്റവും കൗതുകരമായ കാര്യമാണ്. അദ്ദേഹം നാളെ രാവിലെ തിരുവനന്തപുരത്തേക്ക് കണ്ണൂരിൽ നിന്ന് തിരിക്കുമെന്ന് പറയുന്നുണ്ട്. 6-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ വീണ്ടും തെരഞ്ഞെടുക്കാനിരിക്കുകയായിരുന്നു CPM. പക്ഷേ എല്ലാം പ്രതീക്ഷകളും അസ്ഥാനത്തായി. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഒരു നില പറയുകയാണെങ്കിൽ നമ്മൾ ഈ സീറ്റ് നില പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റാണ് നേടിയിരിക്കുന്നത്. CPM-ന് 25 സീറ്റുകൾ മാത്രമാണ് നേടാൻ. ലീഗിന് 23 സീറ്റുകളുണ്ട്.
CPIക്ക് 9 സീറ്റും വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരുന്ന RSP എന്ന പാർട്ടിയാണ്. അതായത് കഴിഞ്ഞ 2 തവണയും നിയമസഭയിൽ പ്രാതിനിധ്യമില്ല, LDF വിട്ടതിന് ശേഷം RSPയെ RIP എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശവമഞ്ച ഘോഷയാത്ര നടത്തിയ പാർട്ടിയാണ് CPM. പക്ഷേ കൊല്ലത്ത് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ശക്തി തെളിയിച്ച് RSP വലിയൊരു വിജയം നേടിയിരിക്കുകയാണ്. ഇപ്പം മൊത്തത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് ഈ കുഞ്ഞികൃഷ്ണന്റെ സീറ്റ് RSPക്ക് കൊടുത്ത സീറ്റാണ്. RSP ആണ് കുഞ്ഞികൃഷ്ണന് പിന്നെ മത്സരിക്കാൻ വേണ്ടി അവസരം കൊടുത്തത്. ഈ പലയിടത്തും തെരഞ്ഞെടുപ്പ് ഫലം പലരും വിജയിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ജോസ് കെ മാണി തോറ്റു, ഇതൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇനിയും ചില ഫലങ്ങൾ തീർക്കാനുണ്ട്. പക്ഷേ എന്നാൽ പോലും കൃത്യമായ ലീഡ് നിലയിലേക്ക് കേരളം വന്നു. 101 സീറ്റിൽ UDF മുന്നിട്ട് നിൽക്കുകയാണ്. 37 ഇടത്ത് മാത്രമാണ് LDF ഉള്ളത്. 2 ഇടത്ത് ഇപ്പോൾ BJPക്ക് ലീഡുണ്ട്. അതൊന്ന് ചാത്തന്നൂരാണ്, ഒന്ന് നേമത്താണ്. ചാത്തന്നൂർ പക്ഷേ ഏത് നിമിഷവും മാറി മറയുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ കേരളത്തിന്റെ ആകെ ഒരു ചിത്രം മനസ്സിലായി കഴിഞ്ഞു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് പിണറായി വിജയനോടുള്ള ഭരണവിരുദ്ധ വികാരമാണോ അല്ലെങ്കിൽ സർക്കാരിനോടുള്ള വികാരമാണോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അപ്പോൾ എന്തായാലും കേരളം മാറി ചിന്തിച്ചു. കേരളത്തിലൊരു UDF തരംഗമാണ് ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്.